ജീവിതത്തിൻ്റെ പൂർണ്ണതയാണ് സ്നേഹം, മരണത്തിൻ്റെ തുടക്കവും. ഉപനിഷത്ത് ഋഷിമാർ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ദ്വിജൻ എന്നാണ് പറയുക. രണ്ടാമത് ജനിക്കുക എന്ന് പറയും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം മരിച്ച് ജനിക്കേണ്ടതുണ്ട് എന്നാണ് ഗുരുക്കന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതോ ഒന്നിൽ നിന്ന് നമ്മൾ മരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നാം തേടുന്ന ഒന്നിലേക്ക് നമ്മൾ ജനിക്കുകയുള്ളൂ. ഇതാണ് അവർ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ ജനിച്ച് വീണത്, നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ പലതരത്തിലുള്ള സംസ്കാരങ്ങളുടെ ചേരുവയിലൂടെയാണ് നമ്മൾ ജനിച്ചു വീണത്. അത് നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം പലതരത്തിലാണ്. അത് ജീവിതത്തിൻ്റെ ഏറിമാറി തിരിയലുകളിലൂടെ നമുക്ക് യാതൊരു നിശ്ചയവുമില്ലാത്ത പലതരത്തിലുള്ള ഇരുട്ടിൻ്റെ വഴികളിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോകാറുണ്ട്. നിസ്സഹായതയുടെയും വേദനയുടെയും സങ്കീർണതയുടെയും സംശയത്തിൻ്റെയും ഒക്കെ അനേക തരത്തിലുള്ള ആവലാതികളും വേവലാതികളും അനുഭവിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം നൂറ്റാണ്ടുകളായി അനേകം തരത്തിലുള്ള ജീവരൂപങ്ങളിലൂടെയും മനുഷ്യവംശങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്നിട്ടുള്ള സംസ്കാരങ്ങളുടെ ചേരുവകൾ ഏതൊക്കെയോ രീതിയിൽ അനിയന്ത്രിതമായി പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ വാസനകളുടെ ഒരു സംഘാതമായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. പിന്നെ നമ്മുടെ തീരുമാനം അനുസരിച്ചിട്ടല്ല സമൂഹം, നമ്മുടെ കുടുംബം, നമ്മളുടെ ശരിതെറ്റുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ ജനിക്കാനിടയായ പ്രദേശത്തിൻ്റെ, ജാതിയുടെ, മതത്തിൻ്റെ, ആശയങ്ങളുടെ പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ അനുഭവിച്ചിട്ടാണ് നമുക്ക് മുമ്പോട്ട് നടക്കേണ്ടി വന്നിട്ടുള്ളത്. ഏതാണ് ശരിയായ ജീവിതം, എങ്ങനെ ചിന്തിക്കുന്നതാണ് ശരിയായ ചിന്ത, എങ്ങനെ സംസാരിക്കുന്നതാണ് ശരിയായ വർത്തമാനം, എങ്ങനെ പ്രവർത്തിക്കുന്നതാണ് ശരിയായ പ്രവർത്തനം എന്നതൊക്കെ തീരുമാനിച്ചത് നമ്മളുടെ ഉള്ളിൽ ഊറിക്കൂടിയിട്ടുള്ള സംസ്കാരവും ജനിക്കാനിടയായ കുടുംബവും സമുദായവും ജാതിയും മതവും ഒക്കെ കൂടിയിട്ടാണ്. ഇതിൻ്റെ എല്ലാം പിടിയിലകപ്പെട്ട് ഞെരുങ്ങി ജീവിക്കേണ്ടി വരുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അതിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും. ഇവിടെയാണ് ഒരു മരണത്തിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടാവുന്നത്. പലതരത്തിലുള്ള കണ്ടീഷനിങ്ങുകളിലൂടെ, ആശയപരമായിട്ടാവാം, മതപരമായിട്ടാവാം, ജാതീയമായിട്ടാവാം, ഇനി നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവാം, പലതരത്തിലുള്ള വിശ്വാസങ്ങളും അറിവുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവാം. ഇതൊക്കെ നമ്മളിൽ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള തരംഗങ്ങളുണ്ട്. അത് നമുക്ക് പലപ്പോഴും ജീവിതത്തിലെ സ്വാസ്ഥ്യത്തേക്കാൾ കൂടുതൽ അസ്വാസ്ഥ്യത്തെ നൽകുന്നു എന്നുള്ളതാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ നമ്മുടെ ഉള്ളിലൊരു മരണം കൊതിക്കുന്നുണ്ട്. നമ്മളിടയ്ക്ക് പറയാറുണ്ടല്ലോ, എനിക്ക് മടുത്തു, എനിക്ക് മതിയായി, ഇതെല്ലാം വിട്ടെറിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയാൽ മതി. അങ്ങനൊരു വാക്ക് പറയാത്ത ഒരാൾ പോലും ജീവിതത്തിലുണ്ടാവില്ല. കാരണം നമ്മളിങ്ങനെ പെട്ടുപോയ ഇടങ്ങൾ, അതിൽ നിന്നൊന്ന് കുതറി മറ്റൊരു ജീവിതത്തിലേക്ക് ഉണരണമെന്ന് നമ്മൾ ഒരുപാട് കൊതിക്കുന്നു. ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇതിൽ നിന്ന് ഒന്ന് മരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇതിൽ നിന്ന് മരിക്കാൻ കഴിയുക? നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ മുഴുവൻ വിട്ട് വേറെ എവിടെയെങ്കിലും ഓടിപ്പോയി ജീവിച്ചാൽ നമുക്കങ്ങനെ മരിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിഞ്ഞിട്ടില്ല.
അങ്ങനെ ഓടിപ്പോയവരൊക്കെ മറ്റൊരു കെണിയിലേക്ക്, മറ്റൊരു അസ്വാസ്ഥ്യത്തിലേക്ക്, മറ്റൊരു വിരസതയിലേക്ക് എത്തിച്ചേർന്നതാണ് പല അന്വേഷണങ്ങളുടെയും ചരിത്രം. ഓടിയൊളിക്കുന്നിടത്തല്ല ജീവിതമിരിക്കുന്നത് എന്ന്, ദ്വിജനാവാനുള്ള വഴിയിരിക്കുന്നത് എന്ന് ഗുരുക്കന്മാരായ ഗുരുക്കന്മാരൊക്കെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ആ വഴി? അത് ഇവിടെ തന്നെയാണ് ആ വഴി. നാം അകപ്പെട്ടു പോയ ഈ പ്രാരബ്ധത്തിൽ നിന്ന്, ഈ സംസ്കാരങ്ങളുടെ പിടുത്തങ്ങളിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും നമുക്ക് ഓടി മാറാൻ കഴിയില്ല. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക്, ഒരാവിവൻ തോണി നിൻ പദം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഭവാബ്ധിക്ക്, ഈ സംസാരസാഗരത്തിന്, ഈ സംസാരസാഗരത്തിൽ എനിക്ക് സഞ്ചരിക്കണമെങ്കിൽ എനിക്കൊരു തോണി വേണം, ഒരു തുഴക്കാരൻ വേണം. സംസാരസാഗരത്തെ താണ്ടാനല്ല, സംസാരസാഗരത്തിൽ സഞ്ചരിക്കാൻ. നമ്മളൊരു സംസാരസാഗരത്തിലാണ്, ഭവാബ്ധിയിലാണ്. എന്താണ് നമ്മുടെ സംസാരസാഗരം എന്ന് പറഞ്ഞാൽ, നാം അകപ്പെട്ടു പോയ നമ്മുടെ സംസ്കാരത്തിൻ്റെ വാസനയുടെ സംഘാതമാണ് അത്. നമ്മളുടെ ജനിതക സ്വഭാവമാണ് അത്. നാം ജനിച്ചു വീഴാനിടയായപ്പോൾ നമ്മളിൽ വന്നു ചേർന്ന, നിർബന്ധിതമായി വന്നു ചേർന്ന ദേശത്തിൻ്റെ, മതത്തിൻ്റെ, ജാതിയുടെ, ആശയങ്ങളുടെ ഒക്കെ കറയാണ് അത്. ഇങ്ങനെ വളരെ കണ്ടീഷൻഡായിട്ടുള്ള, ശീലവിധേയമായിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് ജീവിക്കേണ്ടി വരുന്നത്. എന്നാൽ ഇതെല്ലാം അങ്ങ് തേച്ച് മാച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പുത്തൻ ജീവിതം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ഇതിനെ മുഴുവൻ അങ്ങ് ഉപേക്ഷിച്ച് കളയാമെന്നൊരാൾ തീരുമാനിച്ചാൽ അങ്ങനെ ഒന്നിനെയും ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. നമ്മുടെ കയ്യിലൊരു മുറിവുണ്ടായാൽ, നമ്മുടെ കണ്ണിലൊരു മുറിവുണ്ടായാൽ, ഈ കണ്ണങ്ങെടുത്ത് കളയണമെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും സാധ്യമല്ല. നമ്മളത് ആഗ്രഹിക്കുന്നുമില്ല. എത്രയോ നൂറ്റാണ്ടുകളിലൂടെ പരിണമിച്ചെത്തിയ ഒരു അവയവമാണ് ഈ കണ്ണ്. പലതരത്തിലുള്ള ന്യൂനതകൾ അതിനുണ്ട്, പലതരത്തിലുള്ള ഗുണങ്ങൾ അതിനുണ്ട്. അതിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെന്തെങ്കിലും അസ്വാസ്ഥ്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് കാരണമായിരിക്കുന്നതിനെ കണ്ടെത്തി അത് പരിഹരിക്കുക എന്ന് പറയുന്ന പണി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് കയ്യിലൊരു മുറിവുണ്ടായാൽ ഇനി കയ്യങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം, കയ്യിൽ നിന്ന് എനിക്കൊന്ന് മോക്ഷം കിട്ടിയാൽ മതി എന്നൊന്നും നമ്മൾ പറയാറില്ല. നല്ലൊരു ഡോക്ടറെ കണ്ട് ആ കയ്യിൽ ആ മുറിവുണക്കാനുള്ളൊരു മരുന്ന് വെച്ച് കെട്ടി ആ കയ്യെ അതിൻ്റെ സ്വാഭാവികതയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു കൈയുണ്ട് എന്ന ഒരു ഭാവത്തെ നമ്മൾ അനുഭവിക്കില്ല. നാം കണ്ണുണ്ട് എന്നറിയുന്നത് സത്യത്തിൽ കണ്ണിന് എന്തെങ്കിലും കേടുപാട് പറ്റുമ്പോഴാണ്. എനിക്കൊരു ചെവിയുണ്ട് എന്ന് ഞാൻ അറിയുന്നത് ചെവി കേൾക്കാതെ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ ചെവിക്ക് വല്ല പഴുപ്പോ ഒരു മുറിവോ പറ്റുമ്പോഴാണ്. നമ്മളുടെ ശരീരം ഏറ്റവും സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് നാം ശരീരത്തെ അറിയാറില്ല, അനുഭവിക്കാറില്ല. ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ഉണ്ടാകുമ്പോഴാണ് നാം ശരീരബോധമുള്ളവരായിട്ട് മാറുക. അപ്പോൾ ഈ ശരീരബോധത്തിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി ശരീരത്തെ അവഗണിക്കലല്ല, ശരീരത്തിലുള്ള അപാകതകളെ കണ്ടെത്തി അത് തിരുത്തലാണ്. അനേകം തരത്തിലുള്ള സംസ്കാരങ്ങളുടെ ശീലവിധേയമായ ഒരു ജീവിതം നമുക്ക് ജീവിക്കേണ്ടി വരുമ്പോൾ, അത് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ, ആ ഭവാബ്ധിയിൽ നിന്ന്, ആ സംസാരസാഗരത്തിൽ നിന്ന് ഓടിയൊളിക്കുകയല്ല വേണ്ടത്. അതിനെ എങ്ങനെ സ്വരലയമുള്ളതാക്കി മാറ്റാം,
ആ ഉള്ളതിനെ എങ്ങനെ സർഗാത്മകമാക്കി മാറ്റാം, ജൈവികമായ നമ്മളുടെ സംസ്കാരങ്ങളുടെ ചേരുവകകളിൽ നിന്ന് പ്രസാദാത്മകമായ ഒരു ജീവിതത്തെ എങ്ങനെ ഉരുവപ്പെടുത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ദൈവത്തിൻ്റെ, ഒരു വെളിച്ചത്തിൻ്റെ സ്പർശം ആവശ്യമുണ്ട്. അനേകം തരത്തിലുള്ള ചുഴികളും വേലിയേറ്റവും വേലിയിറക്കവും വൻ തിരമാലകളുമൊക്കെയുള്ള ഈ കടലിൽ സ്വച്ഛമായിട്ട് നമുക്ക് സഞ്ചരിക്കാൻ ഒരു തോണി ആവശ്യമുണ്ട്. ആ തോണിയായിരിക്കുന്നത്, ആ തുഴക്കാരനായിരിക്കുന്നത് സ്നേഹമാണ്. പരിപരുത്ത ഇടങ്ങളെയൊക്കെ നനുനനുത്തതാക്കാൻ സഹായിക്കുന്ന എണ്ണയാണ് സ്നേഹം എന്ന് ഗുരുനിത്യ പറയാറുണ്ട്. നമ്മളുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയുമൊക്കെ അതിൻ്റെ കിരികിരിപ്പിൽ നിന്ന്, അതിൻ്റെ പരിപരുത്ത ഇടങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ നമുക്ക് സ്നേഹം ആവശ്യമാണ്, സൗഹൃദം ആവശ്യമാണ്. സ്നേഹത്തിലൂടെയും സൗഹൃദത്തിലൂടെയും വേണം നാം നമ്മിൽ വന്നുകൂടിയിട്ടുള്ള ഈ പ്രാരബ്ധത്തെ, ഈ ഭവാബ്ധിയെ ഹൃദ്യമായി ജീവിക്കാൻ, തരണം ചെയ്യാനല്ല. ഇവിടെ നമുക്ക് ജീവിക്കണം. ഇതിനെ അതിജീവിക്കുകയല്ല നാം വേണ്ടത്, ഇതിൽ ജീവിക്കണം. അതിന് ചിലതിൽ നിന്ന് മരണം നമുക്ക് ആവശ്യമാണ്. മരിക്കാനുള്ള വഴി ഉള്ളത് വൃത്തിയായി ജീവിക്കലാണ്. ദ്വിജനാവാനുള്ള വഴി, കണ്ണിന് ദ്വിജത്വം കിട്ടുക കണ്ണുകൊണ്ട് ഏറ്റവും നല്ലത് കാണാൻ തുടങ്ങുമ്പോഴാണ്. കാതിന് ദ്വിജത്വം കിട്ടുക കാതുകൊണ്ട് ഏറ്റവും ഹൃദ്യമായത് കേൾക്കാൻ തുടങ്ങുമ്പോഴാണ്. നമ്മൾ പെട്ടെന്ന് ദ്വിജരാവും, പുനർജനിക്കുന്നവരാവും, രണ്ടാമത് ജനിക്കുന്നവരാവും. ആഴമാർന്ന ഒരു ഉണർവ് നമ്മളെ വന്ന് പുൽകും. അപ്പോഴൊക്കെ നല്ലൊരു നാദം കേൾക്കുമ്പോൾ ചെവിയിലേക്ക്. പെട്ടെന്ന് നമ്മളൊരു ഉണർവാണ്. ഒരാൾ സ്നേഹത്തോടെ നമ്മളെ സ്പർശിക്കുമ്പോൾ നമ്മുടെ ത്വക്ക് ദ്വിജത്വത്തെ അനുഭവിക്കും. നല്ലൊരു ആശയം, ഉദാത്തമായിട്ടുള്ളൊരാശയം നമ്മുടെ ബുദ്ധിയിലേക്ക് വരുമ്പോൾ ബുദ്ധിക്ക് തെളിച്ചുണ്ടാവും. സ്നേഹം നിറഞ്ഞൊരു വാക്ക് നമ്മുടെ മനസ്സിനെ അതിൻ്റെ എല്ലാ അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും നിമിഷ നേരം കൊണ്ട് പുനർജനിപ്പിക്കും. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും മരിപ്പിക്കാൻ ഒരാൾ സ്നേഹത്തോടെ ഒന്ന് തൊട്ടാൽ മതി, നല്ലൊരു വാക്ക് പറഞ്ഞാൽ മതി. ഉടനൊരു മരണം സംഭവിക്കുകയും അവിടെ ഒരു പുതിയ ജീവൻ നമ്മളിലേക്ക് വന്ന് ഭവിക്കുകയും ചെയ്യും. സ്നേഹം കൊണ്ട് മാത്രമേ അത് പറ്റൂ, അറിവ് കൊണ്ട് മാത്രം പറ്റില്ല. നാം നമ്മുടെ ശരീരത്തെ, നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ, നമ്മളോട് ചേർന്നിരിക്കുന്നതിനെ മുഴുവൻ അനുനയപൂർവം പാരസ്പര്യത്തോടെ നമ്മുടെ എല്ലാ തരത്തിലുമുള്ള തീക്ഷ്ണമായ അഹന്തകളെയും മാറ്റിവെച്ച് തൊടാൻ നമുക്ക് കഴിയുമ്പോൾ അവിടെ അനുഭവിക്കുന്ന ധന്യത ഒരു മരണത്തിൻ്റെയാണ്. ആ മരണം നമുക്കൊരു പുതിയ ജീവൻ തരുന്നുണ്ട്, ഒരു ഉന്മേഷം തരുന്നുണ്ട്. ഉദാത്തമായ ഒരു മരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് സംഭവിക്കേണ്ടതുണ്ട്. സ്നേഹം കൊണ്ടാണ് അത് സംഭവിക്കുക. ഒരാളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ ആൾ മരിച്ചതുപോലെ അവിടെ കിടക്കും. സ്നേഹത്തോടെയാണെങ്കിൽ നമ്മളിൽ നിന്ന് പറഞ്ഞു പോകാൻ അവരാഗ്രഹിക്കില്ല. അവിടെ തന്നെ അങ്ങനെ കണ്ണടച്ച് കിടക്കും.
ഇന്നിവിടെ കുറേ പേര് വന്നിരുന്നു. കുറച്ച് സമയം ഒന്നിച്ചിരുന്നു, വെറുതെ വർത്തമാനം പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയിൽ വെറുതെ കുറച്ച് ശ്ലോകങ്ങളൊക്കെ ചൊല്ലി. പോണ സമയത്ത് മക്കൾ വന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ച്. ആ പിടിച്ചെടുത്തുന്നവർക്ക് പോകണ്ട. സ്നേഹം നമ്മളെ മരണം അനുഭവിപ്പിക്കും. അസ്വസ്ഥതയുടെ മരണം, സങ്കീർണതയുടെ മരണം, സംഘർഷങ്ങളുടെ മരണം. ജൈവികവും അതോടൊപ്പം നമ്മളിൽ പിന്നീട് സാമൂഹികമായും കുടുംബപരമായും വന്നു ചേർന്നതുമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള സംഘർഷങ്ങളെയും ഒരു നിമിഷം കൊണ്ട് മരിപ്പിക്കാൻ സ്നേഹത്തോടെയുള്ള ഒരു ചേർത്ത് പിടിക്കൽ മതി. മഹത്തായ അറിവ് പകരുന്നതിനേക്കാൾ ഒരു ഗുരുസ്പർശം ഞാൻ എപ്പോഴും ഓർക്കും. ഗുരുനിത്യയെ ആദ്യമായിട്ട് കണ്ട സമയത്ത് അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ച ഓർമ്മയാണ്. അദ്ദേഹം അന്ന് അവിടെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. വലിയ വലിയ ആശയങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. വലിയ വലിയ അറിവുകൾ ചുറ്റുമിരിക്കുന്ന ആളുകൾക്കൊക്കെ പകർന്നു കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നും ആ 16 വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ, ആ ഞൊള്ളിയായിട്ടുള്ള ആ ഒരു പയ്യൻ ഗുരുനിത്യയുടെ അടുത്ത് ചെന്നപ്പോൾ പരിഗണിക്ക പോലും വേണ്ടാത്ത ഒരാൾ, അദ്ദേഹം ചേർത്ത് പിടിച്ച് നിർത്തിയ ഒരനുഭവം. അന്ന് ഞാനൊരു മരണം അനുഭവിച്ചു. പലതരത്തിലുള്ള അസ്വസ്ഥതകളും സങ്കീർണതകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നത്. എന്തൊക്കെയോ അന്വേഷണങ്ങൾ തിരമാലകൾ പോലെ നെഞ്ചിലിങ്ങനെ അലയടിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരവൊന്നുമല്ല ഗുരു ക്ലാസ്സിൽ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇന്നും ഇവിടെ ഇരുന്ന് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അന്ന് ആ മനുഷ്യൻ എന്നെ ചേർത്ത് പിടിച്ചൊരു പിടുത്തുണ്ട്. അതെനിക്ക് പകർന്നു തന്നൊരു ജീവിത ദർശനമുണ്ട്. ചേർത്ത് പിടിക്കുന്നിടത്തും ചേർന്ന് നിൽക്കുന്നിടത്തുമാണ് ജീവിതമുള്ളത് എന്ന ഒരു പാഠം. അതൊരു വലിയ അറിവായിരുന്നു. വായ്മൊഴിയായി പകർന്ന അറിവല്ല, സ്നേഹത്തിലൂടെ പകർന്ന അറിവാണ്. താർക്കികതയുടെയും തോൽപ്പിക്കലുകളുടെയും ഒക്കെ ലോകത്ത് ജീവിതത്തിന് വിജയമുണ്ട് എന്ന് കരുതി കണ്ടുമുട്ടുന്നവരോടൊക്കെ നമ്മളുടെ തലയിലുള്ള അറിവ് പുറത്തേക്കെറിഞ്ഞ് തർക്കിച്ച് തോൽപ്പിച്ച് തോറ്റ് കൂടുതൽ ആളുകളെ തോൽപ്പിക്കാൻ വേണ്ടി കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും മൂർച്ച കൂട്ടി നടന്നിരുന്ന ഒരു കാലത്ത് അതിൻ്റെ മുഴുവൻ മരണത്തിലൂടെ മാത്രമേ ജീവിതത്തിലേക്ക് വഴിയുള്ളൂ എന്ന് തൊട്ട് തന്നത് ഗുരുവിൻ്റെ ആ ചേർത്ത് പിടിക്കലായിരുന്നു. ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണത സ്നേഹമാണ് എന്ന് അനുഭവിച്ചത് അവിടെയാണ്. അപൂർണമായി നമ്മൾ അനുഭവിക്കുന്ന ജീവിതം ആ അപൂർണതയിൽ തന്നെ പൂർണ്ണമായി ഇരിക്കുന്നുണ്ട് എന്ന് നമ്മെ അനുഭവിപ്പിക്കാൻ ഒരേ ഒരു അമൃതത്വത്തിനെ കഴിയൂ. അത് സ്നേഹത്തിനാണ്. പെട്ടെന്നാണ്, പടിപടിയായിട്ടല്ല നമ്മൾ അലിഞ്ഞു പോകുന്നത്. പടിപടിയായിട്ടല്ല നമ്മളിൽ ഉള്ളിലുള്ള പല കെട്ടുകളും അഴിഞ്ഞു വീഴുന്നത്. ഒരൊറ്റപ്പിടുത്തം, ഒരു തൊടൽ, ഒരു നോട്ടം, ഒരു സ്പർശം, സുഖല്ലേ, മതി. താനിവിടെ ഉണ്ടായിരുന്നോ? ഗുരുവിൻ്റെ ഒരു ചോദ്യമാണ്. താനിവിടെ ഉണ്ടായിരുന്നു, എൻ്റെ എക്സിസ്റ്റൻസിനെ, എൻ്റെ വെളിച്ചത്തെ തൊട്ട് ചോദിക്കുന്നത് പോലെ സ്നേഹത്തോടെയുള്ള ഒരു ചോദ്യം നമ്മളെ അനുഭവിപ്പിക്കും. നമ്മൾ 1000 ആൾക്കാരോട് അങ്ങനെ ചോദിച്ചാൽ ആർക്കും അത് അനുഭവമാകണമെന്നില്ല. സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരണം ആ ഒരു തൊടൽ, ആ ഒരു ചോദ്യം, ആ ഒരു നോട്ടം. ജീവിതത്തിൻ്റെ എല്ലാ സങ്കീർണതകളും അഴിഞ്ഞു വീഴും. അന്വേഷിക്കേണ്ടത് നിസ്വാർത്ഥമായ സ്നേഹത്തെയാണ്.
നിസ്വാർത്ഥമായ സ്നേഹത്തെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള വഴി അത് കൊടുത്തു തുടങ്ങലാണ്. ആരൊക്കെയാണോ നമുക്ക് ചുറ്റുമുള്ളത് അവരിലേക്ക് വെറുതെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഞാനിപ്പോൾ അത് ഇവിടെ ഇരുന്ന് അനുഭവിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ, ഒരു കുടുംബത്തിൻ്റെയൊക്കെ നിസ്വാർത്ഥമായിട്ടുള്ള തൊടൽ ഇവിടെ ഇരിക്കുമ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഒരു ലാഭമില്ല, പക്ഷേ ഏറ്റവും വലിയ ലാഭമുണ്ട്. അതാ പ്രയത്നിച്ച മനസ്സിനറിയാം, അനുഭവിക്കുന്ന നമുക്കറിയാം. ഒരു മരണമാണ് ഒരു വലിയ ജീവിതത്തെ സമ്മാനിക്കുന്നത്. ഇന്നിവിടെ വന്നിരുന്നവരിൽ ചിലർ പറഞ്ഞു, ഞങ്ങൾ എത്ര സന്തോഷത്തിലാണെന്നറിയോ, ഒരിടം ഇവിടെ ഉണ്ടായല്ലോ. ഞങ്ങൾക്ക് വിഷമം വരുമ്പോൾ ഓടിച്ചെല്ലാനൊരു ഇടം അവിടെ ഉണ്ട്. വലിയൊരാശ്വാസമാണത്. അങ്ങനെ തോന്നിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് വിഷമം അനുഭവിക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ എത്ര വിഷമമുണ്ടെങ്കിലും ആളവിടെ ഉണ്ടല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നാം ദ്വിജന്മാരാണ്, മരണത്തെ തൊട്ടവരാണ്. പക്ഷെ അത് തൊടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരൊറ്റ വഴിയേ ഉള്ളൂ: സ്നേഹിക്കുക. സ്നേഹിക്കലാണത്. സ്നേഹമായി ഇരിക്കൽ മാത്രമല്ല, അതൊരു പ്രവൃത്തിയിലേക്ക് വരണം. സ്നേഹം എല്ലാവർക്കുമുണ്ട്, കരുണ എല്ലാവർക്കുമുണ്ട്. കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ എന്ന കീർത്തനം കേട്ടാൽ എല്ലാവരും കരയും. സിനിമ കണ്ട് കരുണ കൊണ്ട് കരയാത്ത ആരുമില്ല. കവിത വായിച്ച്, കഥ വായിച്ച്, ലേഖനങ്ങൾ വായിച്ച്, സംഗീതം കേട്ട് കരുണാർദ്രമാവാത്ത ഹൃദയമുള്ള ആരാളുള്ളത്? ഒരു കാര്യമില്ല. അതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വിഷമിച്ച് നിൽക്കുന്നൊരു മനുഷ്യനെ കാണുമ്പോൾ അയ്യോ പാവം, എന്തൊരു ദാരിദ്ര്യത്തിലാണ് അവരൊക്കെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് കരുണയോടെ നോക്കി നമ്മൾ കടന്നു പോവാറുണ്ട്. കരുണയേ അല്ല, അതൊക്കെ നമ്മളെ പറ്റിക്കുന്ന കരുണയാണ്, അപൂർണമായ കരുണയാണ്, അപൂർണമായ സ്നേഹമാണ്. അങ്ങനെ കരുണയൂറി നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കരുത് നമ്മൾ കരുണയുള്ള ആളുകളാണ് എന്ന്. കണ്ണൊക്കെ നിറഞ്ഞൊഴുകും, പക്ഷെ നമ്മൾ കരുണയുള്ള ആളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കരുണയുള്ളവരാകുന്നത് വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുമ്പോഴാണ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മളാവശ്യമുള്ളവർക്ക് നമ്മിലുള്ളത് പകർന്നു കൊടുക്കുന്നിടത്താണ് സ്നേഹം. മറ്റുള്ളവരുടെ സങ്കടങ്ങളെ പ്രതി കരുണയൂറിയിരിക്കുന്നതല്ല കരുണ. അത് കർമ്മത്തിലേക്ക് പ്രതിഫലിക്കാത്തിടത്തോളം കാലം നമ്മളെ പറ്റിക്കുന്ന ഒന്നാണ്. നമുക്കത് ജീവിതം തരുന്നു എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും, പക്ഷെ ഒരു വളർച്ചയും അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. സത്യവും സാദൃശ്യവും ഒന്നല്ല എന്ന് പറയാറുണ്ട്. ഒരേപോലെ തോന്നിപ്പിക്കും, പക്ഷെ ഒന്നല്ല. നമ്മുടെ അടിമുടി മാറ്റി മറിക്കുന്ന, നമ്മളെ മരിപ്പിക്കുന്ന, പൊതുജീവനിലേക്ക്, പൊതുജീവിതത്തിലേക്ക് സംസ്കരിച്ചെടുക്കുന്ന തരത്തിൽ കരുണ നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ അതൊരു വൈകാരിക ഭാവമായി നിറഞ്ഞാൽ പോരാ, അതൊരു പ്രവൃത്തി ഭാവമായി വിരിയണം. അത് ചെറുതായാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വീട്ടിലുള്ളവർക്കിടയിലുണ്ടായാൽ മതി, പുറത്തേക്ക് വേണ്ട.
അവിടെയെങ്കിലും ഉണ്ടായാൽ മതി. എനിക്ക് പാവം തോന്നി, നമ്മൾ പറയാറുണ്ട്, പാവം തോന്നിയത് അവിടെ ഇരിക്കട്ടെ, എന്നിട്ട് എന്ത് ചെയ്തു? ഇന്ന് 2 സന്തോഷങ്ങൾ എനിക്കുണ്ടായി, വളരെ ധന്യത നൽകിയിട്ടുള്ള, എന്നെ മരിപ്പിച്ച 2 സന്ദർഭം. നമ്മളൊരു ദിവസത്തിൽ അനേകം തവണ മരിക്കും. മരണം എന്ന് പറയുന്നത് ഒരൊറ്റ മരണമല്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മരിക്കാൻ പറ്റണം. ഇന്ന് രാവിലെ ഞാൻ ഇവിടുന്ന് പഴം വാങ്ങിക്കാൻ വേണ്ടി വെറുതെ വണ്ടി എടുത്ത് പുറത്തോട്ട് പോയി. അപ്പോൾ ഒരാൾ റോട്ടിലൂടെ നടന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ വണ്ടി നിർത്തി. അയാൾ ഓടി വന്ന് വണ്ടി കയറി. വണ്ടി എടുത്തപ്പോഴാണ് പുള്ളി മനസ്സിലായത് പുള്ളി ഉദ്ദേശിച്ച ആളല്ല ഞാൻ. പുള്ളി എന്നോട് പറഞ്ഞു, വിപിനെ പരിചയമുണ്ടില്ല? ഞാൻ പറഞ്ഞു, എനിക്ക് പരിചയമില്ല. പിന്നെ എന്തിനാണ് എന്നെ കണ്ട് വണ്ടി നിർത്തിയത്? ഇല്ല, ഞാനിങ്ങനെ വണ്ടിയായിട്ട് പോവുകയാണല്ലോ, വലിയൊരു വണ്ടിയായിട്ട് പോവല്ലേ, അപ്പോൾ നിങ്ങൾ എന്തായാലും ആ മെയിൻ റോട്ടിലേക്കായിരിക്കും, അപ്പോൾ പിന്നെ നിങ്ങൾ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ വിചാരിച്ചത് വിപിൻ്റെ സുഹൃത്താണെന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് ഇങ്ങനെ ഒരു കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചോദിക്കാതെ ഓടി വന്ന് കയറിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി ചിരിച്ചു, പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഇറങ്ങാറായപ്പോൾ പറഞ്ഞു, ഇപ്പോഴത്തെ കാലത്ത് ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു ഷെയ്ക്കിൻ്റെ ഒക്കെ കൊടുത്ത് അദ്ദേഹം ഇറങ്ങി. ആ ഷെയ്ക്കിൻ്റെ അടുത്തപ്പോൾ അദ്ദേഹം എൻ്റെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. പലപ്പോഴും അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്നേഹം, ഒരു പരിഗണന ആരിൽ നിന്നെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ഒന്ന് മുറുക്കി പിടിക്കും. സാധാരണ പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ മുറുക്കി പിടിക്കും. വളരെ കരുണയോടെ നമ്മൾ നോക്കും. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് അപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ അടിമുടി സന്തോഷിച്ച സമയമാണ്. അതുകൊണ്ട് പിന്നെയുള്ള എല്ലാറ്റിനോടും ഞാൻ മര്യാദക്ക് പെരുമാറും, കുറച്ച് നേരമെങ്കിലും. അങ്ങനെയാണത്. നമ്മളൊന്ന് മരിച്ചാൽ സ്നേഹത്തിൻ്റെ നിറവ് കൊണ്ട് നമ്മളിലൊരു മരണം സംഭവിച്ചാൽ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മൾ എല്ലാം കാണും, എല്ലാം കേൾക്കും, എല്ലാറ്റിനോടും മര്യാദയുള്ളവരാവും. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരു ആദിവാസി കോളനിയുണ്ട്. അപ്പോൾ 2-3 അമ്മമാർ, ഒരമ്മ ഒരു കുട്ടിനെ, ചെറിയൊരു കുട്ടിനെ എടുത്തിട്ട്, മൂക്കൊക്കെ ഒലിപ്പിച്ചിട്ടുള്ളൊരു കുട്ടിനെ എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. 2 കുട്ടികൾ താഴെയുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ മെല്ലെ ഒരു സന്തോഷത്തിൽ വരിക. അപ്പോൾ ആ കുട്ടി എന്നെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഞാനവിടെ വണ്ടി നിർത്തി. അപ്പോൾ അവരുടെ മുമ്പിലാണ് ഞാൻ കൊണ്ടുപോയി വണ്ടി നിർത്തുന്നത്. അപ്പോൾ എന്നെ കണ്ട് ഭയങ്കര ചിരിയാണ് കുട്ടി. അപ്പോൾ ഞാനിങ്ങനെ എടുത്തു. അപ്പോൾ അവർക്കൊരു മടി, എനിക്ക് തരാൻ പറ്റുമോ, ഞാൻ എടുക്കുന്നത് ശരിയാണോ, അവർക്കൊരു പിടി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വാന്ന് പറഞ്ഞപ്പോൾ കുട്ടി ഇങ്ങ് ചാടി വന്നു. ഞാനങ്ങ് എടുത്ത് അവനെ നെഞ്ചിൽ വെച്ച് ഇരുന്നു. അപ്പോഴേക്കും അവർ തുണിയൊക്കെ കൊണ്ടത് മൂക്കൊക്കെ തുടച്ചു. ഞാനൊരു ഉമ്മ കൊടുത്തു. അവൻ എനിക്കൊരു ഉമ്മ വന്നു. 1.5 വയസ്സ് പ്രായമുണ്ടാവും. അപ്പോൾ താഴെ 2 മക്കൾ നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ ഷെയ്ക്കിൻ്റെ കൊടുത്ത് പേരൊക്കെ ചോദിച്ച് 2-3 അമ്മമാരുണ്ട്. അവരിങ്ങനെ ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ട്. ഇവനക്കാണെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് പോകുന്നില്ല. അപ്പം എൻ്റെ അടുത്തുനിന്ന് പോകാതിരിക്കുമ്പോൾ എനിക്കാണെങ്കിൽ സന്തോഷം കൂടി വരിക. കാരണം ചെറിയ കുട്ടികൾ, ഒരമ്മയിൽ നിന്ന് നമ്മളൊരു കുഞ്ഞിനെ വാങ്ങിയിട്ട് ആ കുഞ്ഞ് പിന്നെ അമ്മയിലേക്ക് നമ്മളിൽ നിന്ന് പോകാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ബ്യൂട്ടിഫുള്ളായൊരു മരണമാണത്. കുറച്ച് സമയം ഇങ്ങനെ നിന്നു. അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ, ഒരാശ്രമമാണ്, നിങ്ങളൊക്കെ അവിടെ വരണം, നമുക്കൊക്കെ ഉള്ള ഇടാണ്, എന്തായാലും വരണം. അപ്പോൾ ഞാൻ ഇബ്രാഹിംക്കാടെ പേരൊക്കെ പറഞ്ഞപ്പോൾ അവർക്കറിയാം, അതൊക്കെ നമ്മുടെ ഈ മക്കൾക്കൊക്കെ ഉള്ള സ്ഥലമാണ്, എല്ലാവരും അവിടെ വരണം എന്നൊക്കെ പറഞ്ഞു. അത് തിരിച്ചു കൊടുത്തു. ഞാൻ കുട്ടികളോടൊക്കെ സ്നേഹം പറഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് പോരുമ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. 2ാമത്തെ മരണം. സ്നേഹം കൊണ്ട് മരിക്കുന്ന പോലെ ഒരു ധ്യാനത്തിന് നമ്മളെ മരിപ്പിക്കാൻ പറ്റില്ല. ചിന്തകളൊടുങ്ങാൻ, മനസ്സ് സ്വസ്ഥമാവാൻ, എല്ലാ കാലുഷ്യങ്ങളും അടങ്ങാൻ ഏറ്റവും ഉദാത്തമായ ദിവ്യ ഔഷധം, ദിവ്യമായ ധ്യാനം സ്നേഹിക്കലാണ്. നമ്മളങ്ങ് തുടക്കം കുറിച്ചാൽ മതി. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ മുഴുവൻ ധന്യത
രണ്ട് കുഞ്ഞു കാര്യങ്ങളാണ്. ആ മനുഷ്യൻ വണ്ടിയിൽ കയറി, ഒന്നും ചെയ്തിട്ടില്ല, ചെറിയ കാര്യമാണ്. തിരിച്ചു വരുമ്പോൾ കുഞ്ഞിനെ ഒന്ന് എടുത്തു, ഇത്രയേ ഉള്ളൂ. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് നടന്ന് ആ മലയെ നോക്കി കുറേ സമയം ധ്യാനിച്ചിരുന്നു. അതൊന്നും എൻ്റെ ഓർമ്മയിലില്ല. വളരെ ധന്യമായ ഹൃദ്യമായ അനുഭവമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ മരണം പറയുമ്പോൾ അത് ഇപ്പോൾ വെറുതെ ആലോചിച്ചിട്ട് പറയണം എനിക്ക്. ഇത് രണ്ടും കഴിഞ്ഞേ അതിന് സ്ഥാനമുള്ളൂ. ജീവിതത്തിൻ്റെ പൂർണ്ണത നമ്മളെ അനുഭവിപ്പിക്കുന്ന നിമിഷങ്ങളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഞാൻ ഒരിക്കൽ പൂർണ്ണനായി പിന്നെ ആജീവനാന്തം പൂർണ്ണനാവുക, അങ്ങനെയില്ല. ജീവിതത്തിൻ്റെ പൂർണ്ണത അനുഭവിപ്പിക്കുന്ന നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കുക സ്നേഹ നിമിഷങ്ങളാണ്. അത് പ്രകൃതിയോടാവാം, മനുഷ്യരോടാവാം, എന്തിനോടും ആവാം. ചേർന്ന് നിൽക്കലും ചേർത്ത് പിടിക്കലുമാണത്. അവിടെ മാത്രമേ അത് ഉണ്ടാവൂ. അത് ഒരു മരണത്തിൻ്റെ തുടക്കമാണ്. പുതിയ ഒരാളായിട്ട് നമ്മൾ മാറും പെട്ടെന്ന്. വെറുതെ ഒരാൾ നോക്കി ചിരിച്ചാൽ, ഒരാൾ നമ്മളെ നോക്കി ചിരിച്ചാൽ ഉടനെ നമ്മൾ പുതിയ ആളാവുന്നുണ്ട്. എന്തോ ഒന്ന് മരിക്കുന്നു, എന്തോ ഒന്ന് ജനിക്കുന്നു. സ്നേഹമാണ് നമ്മളെ മരിപ്പിക്കുക. അതാ സ്നേഹമാണ് മരണത്തിൻ്റെ തുടക്കം. ആ ഒരു ജംഗ്ഷനാണത്. ജീവിതത്തിൻ്റെ പരിപൂർണത അനുഭവിപ്പിക്കുന്ന സ്നേഹം ഒരു മരണത്തിൻ്റെ തുടക്കത്തിലേക്കുള്ള വഴിയായിട്ട് മാറുക. അങ്ങനെയുള്ള നിമിഷങ്ങളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. ഈ അനുഭവമില്ലാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. മരിക്കാത്ത ആരും ഇവിടെ ഇല്ല. സ്നേഹിക്കാത്ത ആരും ഇവിടെ ഇല്ല. പരിഗണിക്കാത്ത ആരും ഇവിടെയില്ല. പരിഗണന കിട്ടാത്ത, പരിഗണന കൊടുക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ നമുക്കത് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ജീവിതത്തിൻ്റെ അർത്ഥം തേടുമ്പോൾ, ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴി സ്നേഹിക്കലാണ്, പരിഗണനയാണ്. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. വഴിയാണ് ഗുരു പറയുന്നത്. അഹർനിശം പ്രയത്നം. എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മളെ അടുത്തേക്ക് പലരും വരുമ്പോൾ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടല്ല, വരുന്നവരെ മാനിക്കുക, അപ്പുറത്തിരിക്കുന്നവരെ കാണുക, അവരെ മാനിക്കുക, അവരെ തൊടുക. ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ സ്വഭാവത്തിൽ അതില്ല. നമ്മുടെ സ്വഭാവത്തിൽ എൻ്റെ ഇഷ്ടങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ ചേർത്ത് നിർത്തൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാറ്റിനും നമുക്ക് ന്യായീകരണങ്ങളുണ്ട്. എല്ലാം നമുക്കുണ്ടാവും. അറിവുണ്ടാവും, പണം ഉണ്ടാവും, പ്രശസ്തി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ജീവിതം ഉണ്ടാവില്ല. ഞാനിന്ന് ജീവിച്ചു എന്ന ഫീലോടെ കിടന്നുറങ്ങാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ്. കുറേ നിമിഷങ്ങളാണ് നമുക്ക് ഒരു ദിവസം മൊത്തം നമുക്ക് ആനന്ദപ്രദമൊന്നും ആവണമെന്നില്ല. പക്ഷെ ഒരു ദിവസത്തിൽ നമ്മുടെ സങ്കീർണതകളെ മരിപ്പിക്കുന്ന ഒന്നിലേക്ക് നമുക്കെത്താൻ നമുക്ക് കഴിയണം. ജീവിതത്തിൻ്റെ പരിപൂർണതയാണ് സ്നേഹം. അത് മരണത്തിൻ്റെ തുടക്കമാണ്. എല്ലാ സ്നേഹത്തോടെയും എല്ലാവർക്കും നമസ്കാരം.